इसमें ज़्यादा पेट्रोल रहता है ना, हाँ इधर नीचे वाला फिल्टर कराता है वो एयर ले लेगा. ഓ നമുക്ക് ചെറിയൊരു പണി കിട്ടി ഓൺ ദി വേ. ആ ഹാ ഹാ നമ്മൾ ഓൺ ദി വേ വന്നുകൊണ്ടിരിക്കുമ്പോൾ വണ്ടിക്ക് ചെറിയൊരു മിസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നീ മിക്സ് ആക്കിയിട്ടില്ല, അവള് മിക്സ് ആക്കിയിട്ടില്ല. മേറി മിക്സ് ആക്കടി, മിക്സ് ആക്കത് അത് നല്ല ഇളക്കി എടുക്കുക. ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ അവർ ഹാപ്പി ഫേസ്. ഇന്ന് ഡേ 2. വി ആർ സ്റ്റാർട്ടിങ് ഫ്രം കൂർഗ് ടു മൈസൂർ ബാംഗ്ലൂർ ട്രിപ്പിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും രാവിലെ പറഞ്ഞ സമയത്തേക്കാളും 1 hour ലേറ്റായി അല്ലേ മമ്മു? കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതെ, അപ്പോൾ പിന്നെ അത് ഉറങ്ങി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് വന്നു. വണ്ടി ഓൾറെഡി താഴെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇനി വണ്ടിയുടെ അടുത്ത് പോയി ബാഗെല്ലാം കെട്ടി വെച്ചു. നമ്മൾ ബാഗെല്ലാം കെട്ടി ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇനി വണ്ടിയുടെ അടുത്ത് പോട്ടെ, എന്നിട്ട് നമുക്ക് അവിടുന്ന് കുറച്ച് സംസാരിച്ചിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. നമ്മളിവിടെ ഉണ്ടായിരുന്ന കൂർഗ് പ്ലേസസ് അല്ല, കൂർഗ് അശോക് പാലസിലുണ്ടായിരുന്നു. വെരി നൈസ് ഡേ. റീസണബിൾ പ്രൈസിന് നല്ല വലിയൊരു പാർക്കിങ്ങും കാര്യങ്ങളായിട്ട്. ഇത് മെയിൻ മഡ്ഗരിയിൽ തന്നെയായിരുന്നു അല്ലേ മമ്മു? അല്ലേ, മഡ്ഗരിയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ടൗണിൽ തന്നെ നല്ലൊരു സ്റ്റേ കിട്ടി. അപ്പോൾ ഞങ്ങൾ ബൈ പറഞ്ഞു. ബൈ, സി യു, താങ്ക് യു. നല്ല കൂൾ പ്ലേസാണ് കേട്ടോ. ടൗണിൻ്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും ആക്സസിബിലിറ്റി ഉണ്ടായിരുന്നു. എവിടെയാണെന്ന് വെച്ചാലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാനായാലും കാര്യങ്ങൾക്കൊക്കെ ഈസി ആയിരുന്നു. ഇവിടെ കൂർഗ് തന്നെ ഒന്ന് ഓപ്പണായി വരുന്നേ ഉള്ളൂ. നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മുടെ റൈഡ്. ഫസ്റ്റ് ഇതിവിടെ വെച്ചിട്ടുണ്ട്. വണ്ടിയിൽ കയറുന്നു, ഇരുന്നു. ഓക്കെ, സോ ഗായ്സ്, നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ടായി. നല്ല ബെൻഡുകളുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ സമാധാനമായി പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല ക്ലൈമറ്റാ അല്ല മോമോ? തണുപ്പുണ്ട്. നമ്മൾ ഇന്നലെ ഒരു സ്ട്രേഞ്ചറിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, പെട്രോൾ അടിക്കണവർത്തത്. ഇവിടെയുള്ള ആൾക്കാർ കുറച്ച് സിൻസിയറായിട്ട് സംസാരിക്കണമായിട്ട് തോന്നിയത് കേട്ടോ. കാരണം അവർ നമ്മളൊരു പരിചയമില്ല. ആൾ വന്ന് പറഞ്ഞ് എങ്ങോട്ടാ പോകുന്നത്, എങ്ങനെയാണ്, എന്താണ് എന്നൊക്കെ ചോദിച്ചറിഞ്ഞ് പറഞ്ഞ് ഇന്ന റോഡ് ഇനി പോകുമ്പോൾ ശ്രദ്ധിച്ചോളോ, ബെൻഡുകൾ കൂടുതലാണ്, നിങ്ങൾ ശ്രദ്ധിച്ചാലും മറ്റുള്ളവർ ശ്രദ്ധിക്കില്ല, അപ്പോൾ നിങ്ങളൊന്ന് മെല്ലെ പൊക്കോളോ, സ്പീഡ് എടുക്കരുത്, ഭയങ്കര ടേണുകളാണ്. കറക്റ്റ്, ഭയങ്കര ടേണുകളാണ്, ഇറക്കാണ്, കയറ്റാണ്, നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലത് കണ്ട. അപ്പോൾ ഇതൊന്നും നമ്മളങ്ങനെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ നമ്മൾ പറയണവർ അത് വേണം ശരിക്കും. അങ്ങനെ നമ്മുടെ എല്ലാവരും ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിന് പഠിച്ചിട്ടുള്ളവരാണ് നമ്മൾ. അപ്പോൾ നമ്മളെല്ലാവരും സഹോദരന്മാരായി കാണുമ്പോഴാണ് നമുക്കതിനനുസരിച്ച് മനുഷ്യത്വം എന്ന സാധനം ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് മനസ്സിലാവുന്നു. അതാണെന്ന് എനിക്ക് തോന്നുന്നു. അത് എനിക്ക് ഭയങ്കര ഇതായിട്ടോ, ഒരു ഹാർട്ട് ടച്ചിങ്ങോ സംതിങ് എന്നൊക്കെ പറയാം. കാരണം ഭയങ്കര കെയർ ചെയ്തിട്ടാണ് അവർ ആൾക്കാരോട് സംസാരിക്കുന്ന കാര്യങ്ങൾ നോക്കുന്നത്. ഈവൻ ആ ഒരു വ്യക്തി നമ്മളോട് പറഞ്ഞ് നിങ്ങൾക്ക് റൂം അവിടെ കിട്ടിയില്ല എങ്കിൽ ഡോൺ വെറി, നോക്ക്, എന്നിട്ട് നിങ്ങൾ കിട്ടിയില്ല യു ക്യാൻ കോൾ മീ. കൂർഗിൽ നിങ്ങൾക്ക് എന്ത് അത്യാവശ്യം വന്നാലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം എന്നടക്കം പറഞ്ഞ് നമ്പർ വരെ തന്നു പോകുന്ന ഒരു ടൈപ്പ് ഓഫ് പീപ്പിൾന്നോ ക്യാരക്ടേഴ്സിനോ അങ്ങനെയൊക്കെ പറയാൻ പറ്റും. സംതിങ് ഡിഫറെൻ്റ് ആൻഡ് സംതിങ് നൈസ്. എനിക്ക് ഇതുവരെയുള്ള ഫീലിംഗ്, ഞങ്ങൾക്ക് രണ്ടാൾക്കും തോന്നിയത് ഇതുവരെ അങ്ങനെയാണ്. ഞങ്ങളത് പറയുകയും ചെയ്തു. എന്ത് ആവശ്യമുണ്ട് ആൾക്കിങ്ങനെ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് പറയേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്ന് വരെ ഞങ്ങൾ ആലോചിച്ച് പോയി. ബട്ട് ദാറ്റ്സ് സംതിങ് നൈസ്. നമ്മൾ ഫുള്ള് പെട്രോൾ ആക്കിയിട്ട് എപ്പോഴും പോയാൽ ആ ഒരു ടെൻഷനില്ല. നമുക്കിനി എവിടെയൊക്കെ പമ്പ് കിട്ടുകയെന്നറിയാം. നമ്മൾ ഇത്ര നേരം കൂടെ സ്റ്റോപ്പാക്കിയിട്ടതല്ലാതെ വെറുതെ റിസ്ക് എടുക്കണ്ട.
few moments later. ചെറുതായിട്ടൊരു പണി കിട്ടി. വണ്ടി സ്റ്റാർട്ടിങ് എന്നോ എന്തെന്ന് പറയാം. സ്റ്റാർട്ടിങ് അല്ല, ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി മിസ്സാവുക. Brother, hi, I'm from Kerala. Actually what happened, when I'm driving, हिंदी नहीं आएगा? हिंदी आएगा? हाँ हिंदी बोलो. ओके. जाते टाइम मिसिंग जैसा फील कर रहा मुझे. मतलब वो मैंने अभी इधर मिसिंग करके बंद हो गया गाड़ी. उस टाइम ये लाइट नहीं आ रहा था. मैंने क्या किया, पेट्रोल पूरा भर के फिल किया. मुझे पता नहीं इसकी वजह से ये, क्योंकि मैं आके हाँ इसमें मिनिमम है 1 लीटर तभी ये रहना क्या रहना फुल कर दिया. कर दिया तो मिसिंग मारता गाड़ी आपको. हाँ, कमती कर सकते हैं. क्या नहीं करो हैं? कुछ भी प्रॉब्लम नहीं होता. तुम जाओ एक 30 किलोमीटर जाओ, वो पेट्रोल कम एक होएगा. काम करो, 1 लीटर कमती करो, कोई बात नहीं. आप बैग में रख लेगा क्या? नहीं नहीं, फेंक दो, आप ले लो, कोई बात नहीं. लगेज है पीछे. സൂപ്പർ യാ സൂപ്പർ. ആ പ്ലഗ് ക്ലീൻ ചെയ്തിട്ട് തരാമെന്ന് പറഞ്ഞു. ഒരു വണ്ടി ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഫുള്ള് പെട്രോൾ അടിച്ചില്ല, നമ്മൾ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതിലെപ്പോഴും ഒരു 1/2 ലിറ്റർ വെക്കണം എന്ന്. അതാണ് ആൾ പറഞ്ഞത്. इसमें ज़्यादा पेट्रोल रहता है ना, हाँ इधर नीचे वाला फिल्टर कराता है वो एयर ले लेगा. ओ मिनिमम कभी भी तुम लांग जाता ना 2 लीटर पेट्रोल कम ही रहना. कम ही करना चाहिए, पूरा नहीं डालना, पूरा मत डालना. अच्छा अच्छा अच्छा, थोड़ा जगह से एयर मिलना चाहिए. मैंने क्या किया, इतना दूर जा रहे हैं ना, इसलिए मैंने पूरा भर के कर दिया. अगले बार थोड़ा कम डालना. ओके ओके ये BS3 है ना, हाँ ऑयल गिल पूरा चेक करके देता हूँ. ओके ओके. 5 मिनट बैठो भाई, नो अंदर वेट करेगा. इधर ही बैठो, इधर ही ओके. बैठो. ये लगेज इधर रखो, कोई बात नहीं, कोई प्रॉब्लम. कैमरा है इधर थोड़ा. कोई बात नहीं. और ये इसका ये प्लग वगैरह है तो कुछ, पूरा हम चेक करके. क्योंकि मैं पोंडी वगैरह ज़्यादा लॉन्ग जा रहा है इसलिए. ഓക്കെ. യെസ് ഗായ്സ്, നമുക്ക് ചെറിയൊരു പണി കിട്ടി ഓൺ ദി വേ. നമ്മൾ ഓൺ ദി വേ വന്നുകൊണ്ടിരിക്കുമ്പോൾ വണ്ടിക്ക് ചെറിയൊരു മിസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മിസ്സിങ് ഞാൻ എന്താണെന്ന് വെച്ചാൽ കൂർഗിന്ന് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി എടുത്ത് കുറച്ച് ദൂരം പോയപ്പോഴാണ് പിന്നെ ടക്ക് 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 എന്ന് മിസ്സിങ് തുടങ്ങി. ഞാൻ ആകെ കിളി പോയി. പിന്നെ വണ്ടിയുടെ എൻജിൻ ഓൺ ആവാതെ എനിക്ക് എന്തോ പെട്രോളുമായി റിലേറ്റ് ചെയ്താണ് പ്രശ്നം എന്ന് മനസ്സിലായി. ദൈവ അനുഗ്രഹത്തിന് മൈസൂർ റോട്ടിലേക്ക് കടന്നു. നമുക്ക് ഇവിടെ ഒരു ബെസ്റ്റ് എന്നല്ല, റോയൽ എൻഫീൽഡിൻ്റെ ഒരു ഷോറൂം ദൈവദൂതം കൊണ്ടുവന്നിട്ട പോലെ ഇട്ട് തന്നു. ഇത് നമ്മുടെ മെയിൻ വേ, ഈ ഹൈവേയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോണ വഴിയിലാണ് നമുക്ക് അവിടെ കുറച്ച് ദൂരം, ഓൾമോസ്റ്റ് ഒരു 1.5 കിലോമീറ്ററിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് മിസ്സിങ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവിടുന്ന് തന്നെ ഭാഗ്യത്തിന് അവിടെ ഞാൻ വണ്ടി സൈഡാക്കി ഒരാളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ കുറച്ച് ദൂരം പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റോയൽ എൻഫീൽഡ് ഷോറൂം ഉണ്ടെന്ന്. വന്ന പക്ഷേ അവർ പ്രശ്നം കണ്ടുപിടിച്ചു. അപ്പോൾ എന്തായാലും ഒരു സമാധാനമുണ്ട്. അവർ വണ്ടി ഫുള്ള് ചെക്ക് ചെയ്യുന്നു, പ്ലഗ് മുഴുവൻ നോക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ട് അവർ വണ്ടി തരാമെന്ന് പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല. പെട്രോള് ഒരു 2 ലിറ്റർ എപ്പോഴും കുറവ് അടിച്ചിട്ടോളാം, ഫുള്ളാക്കരുതെന്ന്. പിന്നെ നമ്മൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. എന്തായാലും വണ്ടി കിട്ടാം. സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഒരു സമാധാനം. ആ ഒരു സ്ലോ സ്പീഡൊക്കെ അടിച്ച് വരുമ്പോൾ, സ്ലോ സ്പീഡിൽ ആ വണ്ടിയുടെ സൗണ്ട് അടിച്ച് വരുന്ന കേൾക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്. ഇപ്പോൾ ട്രയൽ അടിക്കാൻ പോകുന്നുണ്ട് നമ്മുടെ വണ്ടി. പോകുന്നു. റിലാക്സ് മോഡ്. ഈ ബ്രോയാണ് നമുക്ക് കാണിച്ചു. ബ്രോ, വാട്ട്സ് യുവർ നെയിം? വീഡിയോ आवेश ब्रो फ्रॉम रॉयल एनफील्ड. ही इज़ द वन. वही ये हमारा काम ईजिली आइडेंटिफाई कर दिया. और ये प्रॉब्लम वही है, आपने ये कमती करो. और क्या क्या करे, अभी पेट्रोल कमती किया, बाद में हाँ वो चेंज. हाँ ट्राई. कोई बात नहीं. कोई अडाप्टर क्या चेंज किया? वो चेंज करना अभी चेंज करो. ओके ओके फाइन. അപ്പോൾ അത് സെറ്റ്. और ब्रेक भी एक दफ़ा चेक करके पूरा दे. थैंक यू भैया, थैंक यू. सो ये लोकेशन क्या है? ये കുൻസൂറിലുള്ള റോയൽ എൻഫീൽഡ് ഷോറൂമിലാണ് നമ്മളുള്ളത്. बेस्टआई यू आपने जैसा वो बहुत हेल्प किया, क्योंकि मैं बहुत टेंशन में हो गया. उधर पहुंच के या गाड़ी क्या हो गया, इसी सेम वक्त रॉयल एनफील्ड का शोरूम भी मिल गया. करेक्ट रेस्ट है.
അത് കുഴപ്പമില്ല. അവർ പറഞ്ഞത് അതിൻ്റെ ചെറിയൊരു മിസ്സിങ് പെട്രോളിൻ്റെ ആണ്. പെട്രോൾ ഇത്ര അടിക്കരുത് ചേട്ടാ, ഒന്ന്. രണ്ടാമത് അവർ പറഞ്ഞു അതിൻ്റെ പ്ലഗും കൂടിയാലും പ്രശ്നം, കൂടുതൽ അടിച്ചു അതുണ്ടായത്. പിന്നെ പറഞ്ഞു നമുക്ക് ഇതിൻ്റെ പ്ലഗും കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്ത് മാറ്റാളത് മാറ്റിയിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി സേഫാണ്, ഡോൺ വെറി ചേട്ടാ. എന്തെങ്കിലും എവിടെയെങ്കിലും പ്രശ്നം വന്നാൽ വിളിച്ചാൽ മതി, ഇവിടുന്ന് ആൾക്കാർ വന്ന് സർവീസ് ചെയ്യും. അത് നമ്മളോട് തൃശ്ശൂരുള്ള സർവീസ് സെൻ്ററിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതൊരു ധൈര്യത്തിൽ തന്നെ പോയി പറഞ്ഞ് നിങ്ങൾ വിളിച്ചാൽ മതി, വേറെ എവിടേക്കും പോകണ്ട, അവർ വരുന്നുള്ളത്. അപ്പോൾ വണ്ടി ഇതേ വന്നിട്ടുണ്ട്, ട്രയൽ അടിച്ചിട്ട്. ഓക്കെ ഓക്കെ, വണ്ടി എത്തി. സോ ഇനി നമ്മൾ ഒരു ട്രയൽ അടിച്ച് നോക്കാം. അവരേത് പെട്രോൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ട്രയൽ അടിച്ച് നോക്കട്ടെ. Now we are heading to Mysore. It's 1 hour drive. ഞങ്ങൾ ഡയറക്റ്റ് പോകുന്നത് മൈസൂർ പാലസിലാണ്. So we are just going there and it will take another 1 hour. So yeah, our bike is there. ഇനി നമ്മൾ നിന്ന് ലേറ്റ് ആക്കുന്നില്ല. ഓൾറെഡി വി ആർ എ ബിറ്റ് ലേറ്റ്. ലേറ്റ് മീൻസ് കുറച്ച് നേരം ലേറ്റായി. ഓക്കെ അല്ലേ? മൈസൂർ പാലസ്. നമുക്ക് വണ്ടി അവിടെ വെച്ച് പോവാന്നുള്ളത് ചെറിയൊരു ടാസ്ക്കാണ് എപ്പോഴും. ഞാൻ വണ്ടി ലോക്ക് ചെയ്തോ എന്നൊരു ഡൗട്ടായി. ആസ് നോർമൽ. എന്താ ഞാൻ ഇങ്ങനെ 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 എൻ്റെ ലോക്ക് ചെയ്തു. ക്യാമറ കാണാനായി ഞാൻ ഈ പോക്കറ്റിലിട്ടു. വയ്യ. ഇനി ഇവിടുന്ന് ബാംഗ്ലൂർ പോകാണ്ട്. ഹെഡിങ് ടുവേർഡ്സ് ബാംഗ്ലൂർ. അത് വലിയൊരു ടാസ്ക്കാണ്. മൈസൂരിൽ നമ്മൾ അത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഓൺ ദി വേ നമ്മൾ മൈസൂരും കവർ ചെയ്യുക എന്നുള്ളൊരു ഐഡിയയിൽ നേരെ ഇവിടെ വന്നു. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ്. ഞങ്ങൾ പാർക്കിങ്ങിൽ നിന്ന് നേരെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എവിടെയോ ഈ ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാനൊരു സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ ലോക്കറുണ്ട്. ലോക്കർ റൂമിൽ വെച്ചിട്ട് വേണം കയറാനായിട്ട്. ഓ ഇപ്പോൾ എവിടെയാ? ഇപ്പം നമ്മൾ മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിൽ പോകാൻ നേരത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അവിടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനി ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്യുന്നു. തിരിച്ചല്ല, ഗോയിങ് ടുവേർഡ്സ് ബാംഗ്ലൂർ. അപ്പോൾ ഇനി കുറച്ച് വീഡിയോകളും കാര്യങ്ങളും നമുക്ക് ഓൺ ദി വേ കാണാം. പെട്ടെന്ന് ഒരു ഇത് കിട്ടി, ഹോട്ടൽ കിട്ടി. അവിടെ കയറി ഞാൻ ഫുഡ് അടിച്ചു, ഞാൻ വിടുന്നു. നമ്മൾ മൈസൂർ ടു ബാംഗ്ലൂർ എത്തി. മൈസൂറിൽ നിന്ന് നമ്മൾ ബാംഗ്ലൂർ എത്തി. ഇനി നമ്മൾ ഇവിടുന്ന് ഗോയിങ് ടുവേർഡ്സ് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക്. മെറിൻ നമ്മുടെ സബ്സ്ക്രൈബറാണ്. ജോസ്നയുടെ ബാല്യകാല സുഹൃത്ത് മുതലുള്ള ഫ്രണ്ട്സാണ്. ബാല്യം മുതൽ അങ്ങനെ പറയാം, ചെറിയ UKG LKG മുതലുള്ള ഫ്രണ്ടാണ്. അപ്പോൾ അവളുടെ വീട്ടിലാവുന്ന സ്റ്റേ. നമ്മൾ നാളെ ഇവിടെ ഹോൾട്ടാണ്. ഡേ ആഫ്റ്റർ ടുമാറോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇനി ഇവിടുന്ന് ഓൾമോസ്റ്റ് 40 മിനിറ്റ്സാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് വ്ളോഗ് ഇട്ടിട്ട് പോവാം. കാരണം ഇത്ര വഴി നമുക്കൊന്നും കാണിച്ചു തരാണ്ടായിരുന്നു. ഇനി നമുക്ക് കാണണം. അപ്പോൾ ബാംഗ്ലൂർ സിറ്റിയുടെ ഉള്ളിൽ തിരക്കും ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോവാം. ടു ബി ഫ്രാങ്ക്, ഇവിടെ ഇപ്പോൾ ഇത്ര എന്താ പറയുക, തീരെ ഇതില്ല, വഴിയൊന്നുമില്ല. പക്ഷേ തിരക്ക് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. എന്താണ് ഇവിടുത്തെ തിരക്ക് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്തുവാടി ഇത്? സോറി, ഫ്രം കേരള. നമ്മൾ എവിടെ പോണ? കോരമംഗലം. ആ, സ്ട്രേറ്റ് നോ? Very difficult to ride on city. Oh my God! I traveling from Kerala. Sorry? Proper Koramangala. Traveling from Coorg and all, no problem. But here, oh my God!
See you. Oh. പെട്രോളൊന്നും അല്ലത് ഓറസാ. ഹലോ ബ്രോ, എന്തുവാടെ ഇവിടെ ട്രാഫിക്? ഞങ്ങൾ അവിടെ ഒന്ന് A few moments later. ഗായ്സ്, അപ്പോൾ ഞങ്ങൾ വന്ന വഴിയും കാര്യങ്ങളൊക്കെ കണ്ടു. ഞങ്ങൾക്ക് വരുന്ന വഴിയിൽ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ ക്ലിപ്സൊക്കെ ഞങ്ങൾ മുന്നേ കാണിച്ചത്. പിന്നെ അത് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല ആ ടോക്ക്, അത് പകുതി വെച്ച് കട്ടായിപ്പോയി. ഞങ്ങളിത് ഇപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ ഇവിടെ എത്തി ഫ്രഷായപ്പോൾ ഒരു സുഖം. ഏറ്റവും ഹെക്റ്റിക്കായത് ഞങ്ങൾക്ക് ആ വന്ന വഴിയല്ല കേട്ടോ, ഈ ബാംഗ്ലൂർ സിറ്റിയിലുള്ളിൽ കയറിയിട്ടുള്ള ഒരു ട്രാഫിക്കായിരുന്നു. കില്ലിങ്. നമുക്ക് ഈ ഞാൻ പറഞ്ഞല്ലോ വണ്ടി ഓടിക്കില്ല, അതിൻ്റെ ഉള്ളിൽ എളുപ്പമല്ലായിരുന്നു. എന്തായാലും സേഫായിട്ട് ഇതേ ഇപ്പോൾ മെറിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഫ്രഷായി ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയി ചെറിയ രീതിയിൽ ഇന്ന് രാത്രിയിലത്തെ പരിപാടികളൊക്കെ നമ്മൾ കാണുന്നു. ഓക്കെ, സോ അതാണ് ഇപ്പോഴത്തെ പരിപാടി. ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങട്ടെ റൂമിൽ. ഗായ്സ്, നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തി. ഫുഡ് കഴിക്കാൻ എത്തിയതല്ല, നിൽക്ക്, ഞാൻ ഫുഡ് കഴിക്കാൻ അത് ഞങ്ങൾ എഡിറ്റ് ചെയ്യും. അതെ, ഇതും അവളുടെ ക്ലാസ്മേറ്റ്, ഇതും അവരുടെ ക്ലാസ്മേറ്റ്. അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായിണ്ടാവും. അപ്പോൾ നമ്മളിതേ ബാംഗ്ലൂർ വന്നു, ഇവരായിട്ട് ഫ്രെയിമിൽ നിന്ന് പോലെ ബാംഗ്ലൂരിൽ വന്നു. ഫുഡ് കഴിക്കാനെത്തി. ഞങ്ങൾക്ക് ഉറക്കം വരുന്ന പോലെ തോന്നുന്നുണ്ടാവും, പക്ഷെ ഞങ്ങൾക്ക് ഉറക്കം വന്നിട്ടില്ല. ഞങ്ങളിന്ന് ഉറങ്ങില്ല, അങ്ങനെയാണ് ഞങ്ങൾ വീഡിയോയിൽ പറയുന്നത്. ഇവിടെ ഞാൻ ആദ്യം കിടന്ന് ഉറങ്ങും. എന്തായാലും ഫുഡ് പറഞ്ഞിട്ടുണ്ട്, ഫുഡ് പറഞ്ഞു. ഉറങ്ങാത്ത വീഡിയോ. അപ്പോൾ അതെ, അപ്പോൾ മെറിൻ ഉണ്ട്. അവർ രണ്ടാളാണ് കട്ട കമ്പനികൾ. ഇത് ഇങ്ങനെ കട്ട കമ്പനി. അതെ, അങ്ങനെ പറഞ്ഞില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഫുഡ് വരട്ടെ. ഫുഡ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കഴിച്ചിട്ടുള്ള വീഡിയോ. പിന്നെ ഒരു വെറൈറ്റി സാധനം അടിച്ചത് എന്താണെന്ന് വെച്ചാൽ ഡ്രം സ്റ്റിക്ക് സൂപ്പും അങ്ങനെയല്ലായിരുന്നു. അത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. അത് ഒരു വെറൈറ്റി സാധനം ആവും. അത് കഴിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയുണ്ടായിരുന്നു. ദാറ്റ്സ് ഇറ്റ് മക്കളെ. ബാംഗ്ലൂർ വണ്ടി ഓടിക്കാൻ അറിയുന്നവർ മാത്രം വണ്ടി ഓടിക്കുക, ഇല്ലെങ്കിൽ വല്ലാത്തൊരവസ്ഥയാണ് സത്യമായിട്ട്. ഞാനവിടെ ചവിട്ടി ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു വണ്ടി നിൽക്കണില്ല. എന്തായാലും ഫുഡ് വരട്ടെ. എന്താ കൊള്ളത്തില്ലേ? അത് നിനക്ക് നല്ലതപ്പോൾ നമുക്ക് ട്രാവൽ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നല്ലതാ. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലല്ലോ? അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യൂ. ഡാഡി രണ്ട് കൈ പറഞ്ഞ നീ പറയണം. ഇത് മുരിങ്ങക്ക തന്നെയാണ്. മുരിങ്ങക്കായ കാണാനില്ലാന്നല്ലോ. നല്ല ടീമാ. നിങ്ങൾ ബയോളജി പഠിക്കാൻ പോയത്? അത് ശരിക്കും ഡ്രം സ്റ്റിക്ക് അരച്ചതാവോ? നല്ല സ്മെല്ലുണ്ട് കേട്ടോ, നല്ല മണം. ഒരു രസം പോലെയാണോ? രസത്തിന്റെ ഒരു ഫ്ലേവർ. ആ ഒരു ഉപ്പ് മുന്നിൽ നിന്നിട്ട് തൊണ്ടയ്ക്ക് ബെസ്റ്റാ. നല്ല കുരുമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് എങ്ങനെ അതെ, ഇനി ഞങ്ങൾക്ക് കുറേ പേഴ്സണൽ ടൈം കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ ഇവരിവിടെ നല്ല നോനി പറഞ്ഞിട്ടിരിക്കുക, ഭയങ്കര ഗോസിപ്സും കാര്യങ്ങളും. റെസ്റ്റോറൻറ്റ് പേര് എന്തായിരുന്നു? നന്ദിനി പാലസ് ബാംഗ്ലൂർ. നന്ദനയാണോ? നന്ദിനി അല്ല, നന്ദനയാണ്. നന്ദിനി. എന്തായാലും തെറ്റിയിട്ടുണ്ട്, ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ബിരിയാണി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, സൂപ്പർ. ഞാൻ പറഞ്ഞു ആദ്യം ഒരു വൈൻഡപ്പ് കഴിഞ്ഞതാണ്. ബട്ട് ബിരിയാണി ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി സാധനം വീഡിയോ ഇടണം. ഞാൻ 1-2 വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇത് നോക്ക്, മട്ടൺ ചെറിയ അരിയുടെ ബിരിയാണിയാണ്.
ഇനി ഒരു റൈസ് മാത്രം കഴിക്കാനായിട്ട് തന്നെ ഭയങ്കര ഒരു ഫ്ലേവറാട്ടാ. അതായത് മട്ടൺ ഇട്ട് വേവിച്ചെടുത്തേക്കാണ് ആ റൈസ് അല്ല, മട്ടൻ്റെ സ്റ്റോക്ക് തന്നെയാണിത്. ഇപ്പോൾ നേരത്തെ മെറിൻ പറഞ്ഞ പോലെ എല്ലാ ഇവിടെ ഒരു പടത്തിൽ ഫഹദ് ഫാസിലില്ലേ ക്യാമറ വരെ വീഴും. സാധാരണ ഹോട്ടലിൽ പോയാൽ മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ ഒരു ടേസ്റ്റ് ആവാറുണ്ടല്ലോ. അരി എല്ലാം സെയിം ആവും റൈസ്, ബട്ട് മീറ്റ് മാത്രം ഡിഫറെൻ്റ് ആവും. ബട്ട് ഇവിടെ രസമായിട്ടുണ്ട്. ബാംഗ്ലൂരുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്തോളൂ, നോക്കിക്കോ. ഇതായിരിക്കുന്നു റൈസ് നോക്കുക. ഇതിൽ നമ്മൾ ഈ ഒരു നല്ലൊരു പീസ് മട്ടൻ ഇതെങ്ങനെ എടുത്ത് വെച്ച് ഒന്ന് കുഴച്ച്, വേറെ ഒന്നും ആഡ് ചെയ്യരുത്, മറ്റേ തൈരോ അച്ചാറോ ഒന്നും ആഡ് ചെയ്യാതെ ഇങ്ങനെ ഉരുട്ടി ഇതെടുത്ത് സൂപ്പർ. അതേപോലെ ഒരു മസ്റ്റർഡ് ഫ്രൈ ആണ് ഈ കാണുന്ന നമ്മുടെ ഡ്രം സ്റ്റിക്ക് സൂപ്പ്. അതായത് ഒന്നുമല്ല, മുരിങ്ങക്കായ സൂപ്പ്. പക്ഷേ ഇത് മുരിങ്ങക്കായുടെ ഫ്ലേവർ അല്ല വരുന്നത്. നല്ല ആ ഒരു കുരുമുളകും അതേപോലെ മല്ലിയില, പിന്നെന്തോ രസം, ഒരു ഉപ്പ് അങ്ങനെ കയറി നിൽക്കുന്നുണ്ട്. അതൊക്കെ ആയിട്ട് ഇവിടെയുള്ളവരൊരു മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ബാംഗ്ലൂർ വ്ളോഗ് ബാംഗ്ലൂർ എത്തി. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. ദാറ്റ്സ് ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഒരു ബൈ കൊടുക്കൂ, നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം.